നമസ്കാരം സവാരി ട്രാവൽ ടെക് ആൻഡ് ഫുഡ് ചാനലിന്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 1-2 വീഡിയോ നമ്മൾ കണ്ടത് അമേരിക്കയിലോട്ട് വരാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇമിഗ്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള വിസകളാണ്, ഇതൊക്കെയാണ് കഴിഞ്ഞ 1-2 വീഡിയോകൾ നമ്മൾ കണ്ടത്. അമേരിക്കയിൽ ഈ അടുത്തിടെ ഉയർന്നു വന്നിട്ടുള്ള സ്വദേശിവൽക്കരണവും അതുപോലെ തന്നെ H1B വിസ പോലുള്ള വിസകളിന്മേലുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഗൾഫിൽ ഇപ്പം ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്, എനിക്ക് പറ്റിയ ഏതെങ്കിലും വിസയുണ്ടോ, കുക്കായിട്ട് ജോലി ചെയ്യുന്നവരെ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരെ, ഇലക്ട്രീഷ്യൻസ് ഉള്ള വർക്ക് ചെയ്യുന്നവരെ, നേഴ്സസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഇങ്ങനെ പല മേഖലകളിലുള്ള സ്കിൽഡ് വർക്കേഴ്സിനുള്ള വിസകളെ പറ്റി ധാരാളം ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിലും മറ്റേ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ അമേരിക്കയോട് കിടപിടിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. കാനഡയിലോട്ട് ധാരാളം മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത് വരാറുണ്ട്. അവിടെ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് എടുക്കുന്ന ധാരാളം മലയാളികളുണ്ട്. കാനഡയിൽ ഈ അടുത്തയിടെ ഈ മാസം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്, ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ് ഈ വീഡിയോ. RNIP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. RNIP എന്ന് പറയുന്നത് റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ളവർ, വെൽഡേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരെ, ട്രക്ക് ഡ്രൈവേഴ്സ്, അത് ആ പല മേഖലകളിലുള്ള സ്കിൽഡ് വർക്കേഴ്സിന് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാനഡ ഈ പ്രോഗ്രാമിലൂടെ കൊടുക്കുന്നത്. 2021 ആകുമ്പോഴത്തേക്ക് 3,90,000 പേര് ഇങ്ങനെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് വന്ന ന്യൂ ഇമിഗ്രൻസ് എത്തും എന്നാണ് കാനഡ പ്രവചിക്കുന്നത്. 2021 ആകുമ്പോഴത്തേക്കും കാനഡ പോപ്പുലേഷന്റെ 1% ഇങ്ങനെയുള്ള ന്യൂ ഇമിഗ്രൻസ് ആയിരിക്കും എന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് ഈ പ്രോഗ്രാം RNIP? ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെയധികം കളിപ്പീരുകളും ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ പ്രോഗ്രാമുകളെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന അതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സവാരി ട്രാവൽ ടെക് ആൻഡ് ഫുഡ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണ് കാനഡ ഇങ്ങനെ RNIP എന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഭൂരിഭാഗം ആളുകളും താമസിക്കുന്ന കാനഡയിലെ പ്രധാനപ്പെട്ട സിറ്റികളായ ടൊറൻറ്റോ, വാൻകൂവർ, മോൺട്രിയൽ മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കാനഡയിലെ റൂറൽ ഏരിയാസ്, വില്ലേജ് ഏരിയകളിലെ കമ്പനികളിലേക്കൊന്നും ജോലിക്ക് ആളുകളെ കിട്ടാൻ ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട്. അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാനഡ ഗവൺമെൻറ് RNIP എന്ന പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. കാനഡ ഗവൺമെൻറ്റിൻ്റെ ഈ RNIP പ്രോഗ്രാം ഇപ്പോൾ 11 കമ്മ്യൂണിറ്റികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ഈ 11 സ്ഥലത്തേക്ക് നമുക്കിപ്പം അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ 3 സ്ഥലം ഇപ്പോൾ ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഓപ്പൺ ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിച്ച് തരാം. അതിനു മുമ്പ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഏത് ജോലിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ആ ജോലിയിൽ നിങ്ങൾക്ക് 1 വർഷത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫ് ടൈമും നിങ്ങളുടെ വെക്കേഷൻ ടൈമും ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 1 വർഷത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിക്ക് കാനഡയിലേക്ക് നമുക്ക് ചെയ്യാവുന്ന IELTS എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണ്. അതിന് എക്സ്പ്രസ് എൻട്രിക്ക് വേണ്ട അത്രയും IELTS സ്കോർ നിങ്ങൾ ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അത്രയും വേണ്ട. നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് അനുസരിച്ചുള്ള കുറഞ്ഞ സ്കോർ ഇതിന് മതിയാകും. IELTS സ്കോർ ഇതിന് മതിയാകും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് വേണ്ട ഒരു മിനിമം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഏതാണെന്ന് വെച്ചാൽ ഒരു മിനിമം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കുള്ള ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതാണോ അത് നിങ്ങൾ കാനഡയിലെ അത് സെയിം ഡിഗ്രിയുമായിട്ട് നിങ്ങൾ ഒരു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്തണം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഈ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ്, ICAS അതുപോലുള്ള കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാനഡയിലെ തത്തുല്യമായിട്ടുള്ള കോഴ്സ് ഏതാണോ അതിന് തക്കതായിട്ടുള്ള ക്രെഡിറ്റ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്? ഇതിനെ അപ്ലൈ ചെയ്യുന്നതിന് കാനഡ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് കാനഡയിൽ നിന്നുള്ളൊരു ജോബ് ഓഫർ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ജോബ് ഓഫർ ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെ canada.ca എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ
മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിളിനകത്ത് RNIP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോകാൻ പറ്റും. ഇതാ ഇവിടെ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ആ വെബ്സൈറ്റിൽ നമുക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ഈ മൂന്നാമത്തെ നിങ്ങൾ കാണുന്ന ഈ ഫൈൻഡ് എ ജോബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് പോയി കഴിയുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണോ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റികളിലാണോ ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത് ആ കമ്മ്യൂണിറ്റികളുടെ എല്ലാം വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ജോബ് പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ എംപ്ലോയേഴ്സിനുള്ള ഓപ്ഷനുണ്ട്, ആപ്ലിക്കൻസിനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ആപ്ലിക്കൻസിനുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കൻസിനുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ പ്രോസസ്സും സ്റ്റെപ്സും ഒക്കെ വിശദമായിട്ട് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ജോബ് പോസ്റ്റിംഗ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണോ അവിടെയുള്ള ജോബ് അവൈലബിലിറ്റി, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണ് അതെല്ലാം അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്താ നമ്മൾ താഴോട്ട് പോകുന്നുണ്ട്, പല ജോലികളുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ സൂപ്പർവൈസർ, രജിസ്റ്റേർഡ് നേഴ്സസിനുള്ള ഓപ്പണിംഗ് ഉണ്ട് ഇപ്പം. അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഫിൽട്ടർ, വെൽഡർ, ഇങ്ങനെ പല ജോലികൾക്കുള്ള ഓപ്പണിങ്ങുകൾ ഇതിനകത്തുണ്ട്. അതിൽ 2-3 പേജുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് അങ്ങനെ ഇപ്പോൾ 3 കമ്മ്യൂണിറ്റികളുടെ പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. ആ 3 കമ്മ്യൂണിറ്റികളിലും പോയി നിങ്ങൾക്ക് പറ്റിയ ജോലി, നിങ്ങൾക്ക് ചേർന്ന ജോലി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് ആ ജോലിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ അൾട്ടോണ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അവരുടെ കമ്മ്യൂണിറ്റി വെബ്സൈറ്റിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോബ് പോസ്റ്റിങ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് ലിസ്റ്റിംഗ് ഉള്ള പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ജോബ് ലിസ്റ്റിംഗ് ഉള്ള പേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഇതിലാണോ വേക്കൻസി ഉള്ളത് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മിൽ ഓപ്പറേറ്ററായിട്ടുണ്ട്, ബൈൻഡറി മെഷീൻ ഓപ്പറേറ്ററായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ ട്രക്ക് ഡ്രൈവർ ആയിട്ടൊക്കെയുള്ള വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രക്ക് ഡ്രൈവറിന് വേണ്ട അവർ ഇത് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ താഴെ അപ്ലൈ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അവിടെ പോയി നിങ്ങളുടെ റെസ്യൂമെ വെച്ച് നിങ്ങളുടെ കവർ പേജും വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. RNIP പ്രോഗ്രാമിലെ ഈ 3 കമ്മ്യൂണിറ്റികളുടെ ഓഫർ ചെയ്യുന്ന ജോലികളാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ ടോട്ടൽ 11 കമ്മ്യൂണിറ്റീസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചേർന്ന ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള ഒരു ജോബ് ഓഫർ നിങ്ങൾ ഇതിനകത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. തീർച്ചയായും ഡിസംബർ 1 മുതൽ അങ്ങോട്ട് മറ്റുള്ള കമ്മ്യൂണിറ്റികളും തങ്ങളുടെ ജോബ് ഓഫറുകൾ അവരുടെ പ്രത്യേകമായിട്ടുള്ള വെബ്സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റിൽ കയറി ഇത് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വളരെ സുതാര്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് കാനഡ ഗവൺമെൻറ് ഈ വെബ്സൈറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ഏജൻസികൾക്കൊന്നും പൈസ കൊടുക്കാതെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബിന് ചേർന്ന ഓഫർ കണ്ടില്ലെങ്കിൽ തന്നെയും IELTS ഇല്ലാത്തവർ IELTS എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് അതൊരു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുന്നതിന് ശ്രമിക്കുക. കാനഡയിലെ ഒരു കോഴ്സുമായിട്ട് ഈക്വലായിട്ടുള്ള രീതിയിൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നിങ്ങൾ നടത്താൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞ് പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതും ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻഷിപ്പ് അല്ലെങ്കിൽ PR-ന് അപ്ലൈ ചെയ്യാം അതിനുള്ള പ്രോസസ്സുകളും വളരെ വിശദമായിട്ട് തന്നെ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കയറി ചെക്ക് ചെയ്യുക. അതിന് വേണ്ട ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. RNIP എന്ന് പറയുന്നത് കനേഡിയൻ ഗവൺമെൻറ് ഇതൊരു പൈലറ്റ് പ്രോഗ്രാമാണ്. പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ട്രയൽ ബേസ് നടത്തുന്നതാണ്. പിന്നീട് തുടർന്ന് മറ്റ് കമ്മ്യൂണിറ്റികളിൽ റൂറൽ ഏരിയാസിലോട്ടൊക്കെ അവർ ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള വിവരങ്ങൾ അവർ അപ്ലോഡ് ചെയ്യുന്നതിനും നമുക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ഏറെയുണ്ട്. തുടർന്നുള്ള വീഡിയോകളിലും അമേരിക്കയിലെയും കാനഡയിലും യൂറോപ്യൻ കൺട്രീസിലെയും ഇമിഗ്രേഷൻ പ്രോസസ്സിനെ പറ്റിയും പലതരത്തിലുള്ള വിസകളെ പറ്റിയും ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെയുള്ള വീഡിയോ
വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് കോഴ്സാണ് നിങ്ങൾ പഠിച്ചത്, ഏത് ജോലിയാണ് ചെയ്തത് എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള വിസയും പല രാജ്യങ്ങളിലുള്ള അവസരങ്ങളുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സവാരി ട്രാവൽ ടെക് ആൻഡ് ഫുഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ